ഹലോ ഫ്രണ്ട്സ്, താഴമ്പൂ മണമുള്ള തണുപ്പുള്ള രാത്രിയിൽ തനിച്ചിരുന്നുറങ്ങുന്ന ചെറുപ്പക്കാരി നമ്മുടെ സത്യൻ സാറ് ഷീലാമ്മയെ നോക്കി പാടുവാണ്. ഈ താഴമ്പൂ മണമുള്ള തണുപ്പുള്ള രാത്രിയിൽ ഷീലാമ്മ മാത്രമേ ഉറങ്ങുന്നുള്ളൂ. എത്ര പെണ്ണുങ്ങൾ ഉറങ്ങുന്നുണ്ട്, പക്ഷേ നമ്മുടെ സത്യൻ സാറ് ഷീലാമ്മയെ മാത്രമേ കാണുന്നുള്ളൂ. പൂമുഖ കിളിവാതിൽ അടയ്ക്കില്ല. ദൈവമേ, എന്ത് കഷ്ടമാണെന്ന് നോക്കിക്കേ. എൻ്റെ സത്യമാഷേ, അങ്ങനെ കിളിവാതിലൊന്നും അടയ്ക്കാതിരിക്കാൻ പറ്റില്ല. കള്ളന്മാർ കയറും. സാറ് അവിടെ നിന്ന് അങ്ങോട്ട് പാടിയാൽ മതിയല്ലോ. ആ സമയത്ത് ആരെങ്കിലും അതിനകത്ത് കയറിയാലേ, ഇപ്പോഴാണേ കുറവാസംഘവും അങ്ങനെയൊക്കെയുള്ള കള്ളന്മാരും ഉണ്ട്. അവന്മാരുടെ കയ്യിലെങ്ങാണ് നമ്മുടെ ഷീലാമ്മയെ കിട്ടിയ നമ്മുടെ ഷീലാമ്മയുടെ അവസ്ഥ എന്താകും? കാമിനി, നിന്നെ ഞാൻ ഉറക്കുകയില്ല. അയ്യോ മഹാപാവം, ആ തണുപ്പുള്ള രാത്രിയിൽ എൻ്റെ ഷീലാമ്മ കിടന്നൊന്ന് ഉറങ്ങിക്കോട്ടെ സത്യമാഷേ. ഉറക്കാതൊക്കെ ഇരിക്കുന്നത് മഹാപാവമല്ലേ. ഉറങ്ങാൻ കിടന്ന ഷീലാമ്മ ചാടി അങ്ങ് എഴുന്നേറ്റ്. ദൈവമേ, പൂമുഖ കിളിവാതിൽ അടയ്ക്കത്തോ ഇല്ലെന്നും പറയുന്നു. കാമിനി, നിന്നെ ഞാൻ ഉറക്കത്തോ ഇല്ലെന്ന്. ദൈവമേ, ഈ രാത്രി മുഴുക്ക ഞാനിരുന്ന് ഈ പാട്ട് കേൾക്കണോ? ആരും കാണാത്തൊരന്തപ്പുരത്തിലെ. അപ്പോൾ സത്യൻ സാറ് പുതിയ അന്തപ്പുരമൊക്കെ ഉണ്ടാക്കി വെച്ചിട്ടുണ്ടില്ലേ? എന്നിട്ടവിടെ ആരാധന മുറിയും ഉണ്ടെന്ന്. ദൈവമേ, അതൊക്കെ കേട്ടിട്ടാണെന്ന് തോന്നുന്നു ഷീലാമ്മ പതുക്കെ ആ കതക് തുറന്ന് വെളിയിലോട്ടങ്ങ് ഇറങ്ങി വരുവാണ്. ഇങ്ങനൊരു അന്തപ്പുരമുള്ള കാര്യം എന്നോട് പറഞ്ഞിട്ടില്ലല്ലോ. അവിടെ ഒരു ആരാധനമൂർത്തി ഉള്ളതും പറഞ്ഞിട്ടില്ല. എന്നാൽ അത് കണ്ടിട്ട് തന്നെ ബാക്കി കാര്യം എന്ന് വിചാരിച്ചിട്ട് ഷീലാമ്മ പതുക്കെ ആ കതക് തുറന്നങ്ങോട്ട് വെളിയിലോട്ട് വരുവാണ്. ഈറനുടുത്തു നീ പൂജയ്ക്കൊരുങ്ങുമ്പോൾ. അതെന്തുവാ സത്യൻ സാറേ, ഈറനുടുത്ത് തന്നെ പൂജയ്ക്കൊരുങ്ങണമെന്നുണ്ടോ? കുളിച്ച് നല്ല വസ്ത്രമൊക്കെ ധരിച്ച് പൗഡറും ഒക്കെ ഇട്ട് ഒരുങ്ങി വന്നും പൂജ ചെയ്യാമല്ലോ. നീലക്കാർ വർണ്ണനായി നിൽക്കും ഞാൻ. അയ്യേ ബാഡ് ബോയ്, അങ്ങനൊന്നും പറയാൻ പാടില്ല സത്യൻ സാറേ, നാണക്കേടല്ലേ. അയ്യേ നോട്ടി ബോയ്, അങ്ങനൊന്നും പറയല്ലേ സത്യൻ സാറേ. നീലക്കാർ വണ്ണൻ്റെ മുന്നിലൊക്കെ പോയി നിൽക്കാം. എന്താണോ, കണ്ണൻ കാണുന്നുണ്ടോ കാണാതിരിക്കുന്നുണ്ടോ എന്നൊന്നും നമുക്കറിയില്ല. അഥവാ കണ്ടാലോ പുള്ളിക്കാരനോട്ട് മിണ്ടത്തതുമില്ല. അങ്ങനെ കണ്ടിട്ടും കാണാതെ പോലെ ഇരിക്കുകയും ഒന്നും മിണ്ടാതെ ഇരിക്കുന്ന നമ്മുടെ നീലക്കാർ വർണ്ണൻ്റെ മുന്നിലേ അങ്ങനെയൊക്കെ പോയി നിൽക്കുന്നതുകൊണ്ട് ഒരു കുഴപ്പമില്ല. പക്ഷേ സത്യൻ സാർ അങ്ങനെ വന്ന് നിന്ന് കാണല്ലേ, പാവൻ ഷീലാമ്മ നാണിച്ചു പോവില്ലേ? അതുമാത്രമാണോ, ഈ താഴമ്പോ മണമുള്ള തണുപ്പുള്ള രാത്രിയിൽ സത്യൻ സാറിന് ഉറക്കം വരുന്നില്ലേ? അതെന്താ ഇങ്ങനെ ഉറങ്ങാതിരുന്ന് പാടിക്കൊണ്ടിരിക്കുന്നത്? ഓ, ഈ പാട്ട് മഹാബോറ. ഓ, ഇങ്ങനെയൊക്കെ പാടിയാലൊന്നും ഈ ഷീലാമ്മ മയങ്ങത്തില്ല. എന്നെ അങ്ങനെ മയക്കാനും നോക്കണ്ട എന്നൊക്കെ ഇങ്ങനെ മനസ്സ് വിചാരിച്ചുകൊണ്ട് നമ്മുടെ ഷീലാമ്മ അങ്ങ് അകത്തോട്ട് കയറിപ്പോയി. ഏതോ കിനാവിലെ ആലിംഗനത്തിൽ. അപ്പം മനസ്സിൽ കുറച്ച് ദുരുദ്ദേശമൊക്കെ ഉണ്ട്. ആലിംഗനം ചെയ്താൽ കൊള്ളാവുന്നുമുണ്ട്. ഈറനണിഞ്ഞു വരുമ്പോഴാണോ ആലിംഗനം ചെയ്യാൻ ആഗ്രഹിക്കുന്നത്? ഏകാന്ത രോമാഞ്ചം അണിഞ്ഞവളെ. അത് കേട്ടപ്പോൾ ഷീലാമ്മയ്ക്ക് ഒട്ടും അവിടെ അടങ്ങിയിരിക്കാൻ പറ്റിയില്ല കേട്ടോ. ഷീലാമ്മ പതുക്കെ കതവ് തുറന്ന് ദാണ്ട സത്യൻ മാഷിൻ്റെ വീടിൻ്റെ അടുത്തോട്ട് പോവുകയാണ്. ഓമന ചുണ്ടിലെ പുഞ്ചിരി പൂക്കളിൽ. ആഹാ, എന്തൊരു മനോഹരമായ വർണ്ണന. ഷീലാമ്മയുടെ ചുണ്ടിനാണോ ഭംഗി അതോ ആ പൂക്കൾക്കാണോ ഭംഗി? സത്യൻ സാറിന് പോലും അറിയാതെ ഇങ്ങനെ പാടുവാണ്. പ്രേമത്തിന് സൗരഭം തൂകി ഞാൻ. അപ്പോൾ ഇതാണ് മനസ്സിലെ ഉദ്ദേശം ഇല്ലേ? ഈ പാട്ട് കേട്ടിട്ട് ഷീലാമ്മ ഇറങ്ങി വരുമെന്ന് സത്യൻ മാഷിനറിയാം. ദാണ്ട് ഷീലാമ്മ ഇറങ്ങി വന്നിട്ടുകൊണ്ട് ഓമനച്ചുണ്ടിലെ പുഞ്ചിരി പൂക്കളിൽ പ്രേമത്തിന് സൗരഭ്യം തൂകും ഞാൻ എന്നൊക്കെ പറഞ്ഞപ്പോൾ ഷീലാമ്മ അങ്ങ് പുളകം കൊണ്ടിങ്ങനെ നിൽക്കുവാണ്. പക്ഷേ വീണ്ടും സത്യൻ സാറ് താഴമ്പൂ മണമുള്ള തണുപ്പുള്ള രാത്രിയിൽ തനിച്ചിരുന്നുറങ്ങുന്ന ചെറുപ്പക്കാരി എന്ന് പാടിയപ്പോൾ പെട്ടെന്ന് ഷീലാമ്മയ്ക്ക് തിരകാലബോധം വന്ന് അയ്യോ ഞാനിത് എവിടാ നിൽക്കുന്നത് എന്നും പറഞ്ഞ് ഷീലാമ്മ നാണിച്ച് ഓടി അങ്ങ് പോവുകയാണ്. പക്ഷേ എന്നിട്ടും നമ്മുടെ സത്യൻ സാറ് പാട്ട് നിർത്തുന്നില്ല. സാറിങ്ങനെ പാടിക്കൊണ്ടേയിരിക്കുവാണ്. പാട്ട് കേട്ട് സഹികെട്ടെങ്കിലും ഷീലാമ്മ അവിടെ നിന്ന് ഇറങ്ങി വരുമെന്നുള്ള നല്ല പ്രതീക്ഷയോടുകൂടെ നല്ല ആത്മധൈര്യത്തോടെ നമ്മുടെ സത്യൻ സാറ് വീണ്ടും ഇങ്ങനെ പാടിക്കൊണ്ടേയിരിക്കുവാണ്.